കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hi learners, welcome to IGNOU Focus 6.0 മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MCS 207 BCA. എല്ലാവർക്കും IGNOU Focus 6.0ലെ പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് അനാലിസിസ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം BCAയിലെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. സോ അത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രം ജൂൺ 2022 ടു ഡിസംബർ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ കറന്റ് അസൈൻമെന്റും 25 to 26 അസൈൻമെന്റും ആൻഡ് ഒഫീഷ്യൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസും ഇഗ്നോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം തറായിട്ട് പഠിച്ചവരുണ്ട്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. അവർക്ക് കുറച്ചുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനും ഇനി ഈവൻ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ടോപ്പിക് വൈസ് ഫിൽട്ടർ ചെയ്യാനുമുള്ള ഒരു സെഷനാണ് ഈ ഒരു പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ആ ടോപ്പിക്കാണ് അൾട്ടിമേറ്റ് ആയിട്ട് നോക്കേണ്ടത് അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെയാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ എക്സാം പാറ്റേണിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, IHIL സിലബസ് മാപ്പിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ യു വിൽ ഗെറ്റ് 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ്. ഇനി ഫ്യൂച്ചറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് വെച്ചിട്ടാണ് ഒരു പ്രഡിക്റ്റീവ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഒരു ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും ഈ ഒരു സെഷനിൽ പറയുന്നുണ്ട്. ബട്ട് യു ഹാവ് ടു ആൻസർ ആ ഒരു ആൻസർ ടൂൾ കിറ്റിലേക്ക് പ്രീവിയസ് ഇയർ പ്രാക്ടീസ് സെറ്റ് നോക്കിയ ശേഷമാണ് അതിലേക്ക് പോവുക. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഫിൽറ്റേഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വറീസ് ഒന്നും ഇല്ലാതെ ഈ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി, എന്തായാലും അത് പാസ്സാവും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഈ ഒരു സെഷനിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഹിന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിങ്ങും അതിന്റെ ഒരു ആൻസറുമാണ് ഈ ഒരു സെഷനിൽ പറയുന്നത്. ആൻഡ് നമ്മുടെ ഈ ഒരു പാതയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ഇതിനകത്ത്, അതായത് നമ്മുടെ ലേൺവൈസിൽ ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അപ്പോൾ ഈ സെഷൻ 5 നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോർമലി പ്രീവിയസ് ഇയറിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണോ അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ടോപ്പിക്സ് ഏതാണ്, ഏതൊക്കെ യൂണിറ്റ്സ് ആണ് എന്നുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് IHIL മാപ്പിംഗ് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ളത് വായിക്കണം, ഏത് ഓർഡറിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്സിനെ കവർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് എക്സാമിനേഷൻ പാറ്റേണിനെ പറ്റി പറയുവാണെങ്കിൽ 100 മാർക്സിൽ 3 hours ഡ്യൂറേഷൻ ആണ് എക്സാം വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1 40 മാർക്സ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് നോർമലി നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട്. ലൈക്ക് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ, ER മോഡലിംഗ്, SQL ക്വറീസ്, ട്രാൻസാക്ഷൻ, അഡ്വാൻസ് ടോപ്പിക്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ ഒരു സെഷനിൽ വരുന്നത്.
ഇനി ക്വസ്റ്റ്യൻ 2 to 5 വരുമ്പോൾ 20 മാർക്സ് ആണ് അതിൽ വരുന്നത്. കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള രീതിയിൽ, ഡെപ്ത് ആയിട്ടുള്ള രീതിയിൽ, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. ആൻഡ് ER ഡയഗ്രാം, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് SQL ക്വറീസ് എഴുതാനുള്ള അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് എക്സാം പേപ്പർ സ്ട്രക്ചറിന്റെ ഇത് പറയുവാണെങ്കിൽ 30% ഓഫ് ER മോഡലിംഗ് ആൻഡ് SQL ആയിരിക്കും ഉണ്ടായിരിക്കാം. 10% ഓഫ് ഫയൽ ഓർഗനൈസേഷൻ ആൻഡ് ക്വറി പ്രോസസിംഗ് ടോപ്പിക്സിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കാം. ആൻഡ് 50% അഡ്വാൻസ്ഡ് ഡാറ്റാബേസ് മോഡൽസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ആൻഡ് 25% ട്രാൻസാക്ഷൻ ആൻഡ് റിക്കവറി ടോപ്പിക്കിൽ നിന്നുണ്ടായിരിക്കും. ആൻഡ് 20% നോർമലൈസേഷൻ ആൻഡ് ഇന്റഗ്രിറ്റിയിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു സെഷനിൽ ഏറ്റവും കൂടുതൽ ER മോഡലിംഗ് ആൻഡ് SQL ക്വറീസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു SQL ക്വറീസ് ഒരു പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ. ആൻഡ് നമ്മുടെ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു 3 ടയർ സിസ്റ്റത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിൽ IHEEL സിസ്റ്റം അല്ലെങ്കിൽ IHEEL ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന എക്സാമിന് അപ്പിയർ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും IHEEL കാറ്റഗറിയിൽ വരുന്നത്. മീഡിയം yield എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, ബട്ട് ഇന്റർവെൽ ആയിട്ട്, അതായത് ഒരു സൈക്കിൾ ചോദിച്ചു ചിലപ്പോൾ നെക്സ്റ്റ് സൈക്കിൾ ചോദിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് വേറെ സൈക്കിളിൽ ചിലപ്പം ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ്. IHEELD പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് മീഡിയം yield കാറ്റഗറിയിൽ വരുന്നത്. ലോ yield എന്ന് പറയുമ്പോൾ ഒക്കേഷണലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഡെഫിനിഷൻ ഓഫ് ഡാറ്റാബേസോ അങ്ങനെയൊക്കെ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ലോ yield കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ മോസ്റ്റ് ആയിട്ട് നോക്കേണ്ടതും IHEELDും മീഡിയം yield ടോപ്പിക്സ് ആണ് കേട്ടോ. സോ അപ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് DBMSന്റെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട് അല്ലെ. ആ ഒരു ടോപ്പിക്കിൽ 7 ടൈംസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. December 2025 ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഒരു IHEEL കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ആ ചാപ്റ്റർ വിടാനായിട്ട് പാടില്ല. ഇനി യൂണിറ്റ് 2 റിലേഷണൽ ഡാറ്റാബേസ് മോഡൽസ് ആണ്. റിലേഷൻസ് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക. 7 ടൈംസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. June 2025 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ബട്ട് അത് IHEEL കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു യൂണിറ്റും വിടാൻ പറ്റത്തില്ല. യൂണിറ്റ് 3 എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡലാണ് വരുന്നത്. എൻറ്റിറ്റി ER മോഡലിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. 8 ടൈംസ് ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. June 2025 ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. എല്ലാ സൈക്കിളിലും വരുന്ന ഒരു ടോപ്പിക്കാണ് ER മോഡൽ എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് 4 ഫയൽ ഓർഗനൈസേഷൻ DBMS, അതായത് ജസ്റ്റ് ഒരു 1 ടോപ്പിക്കേ ഉണ്ടായിരിക്കുള്ളൂ. അതിന്റെ ടൈപ്സ് ഓഫ് ഫയൽ ഓർഗനൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് അത് 5 ടൈംസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. December 2024 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. മീഡിയം yield ആണ്. സോ IHEELD പോലെ തന്നെ നമ്മൾ ചെറിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഡാറ്റാബേസ് ഇന്റഗ്രിറ്റി, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആൻഡ് നോർമലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് 1NF 2NF 3NF ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കുമാണ്. December 2025 ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. 8 ടൈംസ് ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. IHEEL കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. ഇനി യൂണിറ്റ് 6 IM നോർമൽ ഫോംസ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ നോർമൽ ഫോംസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതും IHEEL കാറ്റഗറിയിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ്. പിന്നെ വരുന്നത് SQL ആണ്. SQL കൊറിയാണ്. അതായത് പ്രാക്ടിക്കൽ ലെവൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. തിയറിറ്റിക്കലും ഉണ്ടായിരിക്കും. ഓക്കെ. അതും IHEEL കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിന്റെ അഡ്വാൻസ്ഡ് വേർഷൻ, അതായത് പാർട്ട് 2 വരുന്നതാണ്. അത് ചാൻസസ് ഒക്കേഷണലി വരുന്ന ഒന്നാണ്. ബട്ട് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജിലെ ബേസിക്സ് എന്തായിരിക്കും ഉണ്ടായിരിക്കും. ആൻഡ് യൂണിറ്റ് 9 അഡ്വാൻസ്ഡ് SQL ആണ്. ട്രാൻസാക്ഷനിലേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു വേർഷനാണ്. അത് വളരെ ചുരുക്കം ചോദിച്ചിട്ടുള്ളൂ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡെഫിനിഷൻസ് ബേസ് ചെയ്തിട്ടൊക്കെ ചോദിക്കാനുള്ള ചാൻസേ വരുന്നുള്ളൂ. സോ
അത് അത്രയും കോൺഷ്യസ് ആയിട്ട് നോക്കേണ്ട കാര്യം വരുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ട്രാൻസാക്ഷൻ ആൻഡ് കോൺക്രുവൻസി മാനേജ്മെന്റ് ആണ്. ഒരുപാട് ടെക്നിക്സ് അതിനകത്ത് വരുന്ന ഒരു യൂണിറ്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. എക്സാമ്പിൾ വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ആസിഡ് പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ യൂണിറ്റ് 11 ഡാറ്റാബേസ് റിക്കവറി ആൻഡ് സെക്യൂരിറ്റി ആണ്. സോ ഇറ്റ്സ് ഓൾസോ ഐഹിൽ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഐഹിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന കൊറി പ്രോസസ്സിംഗ് ആൻഡ് ഇവാലുവേഷൻ യൂണിറ്റ് 12th യൂണിറ്റിനകത്ത് കൊറി പ്രോസസ്സിംഗ്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് വരുന്ന ടോപ്പിക്സുകൾ. അതിൽ ഒരു എസ്എ ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡാറ്റാബേസ് യൂണിറ്റ് 13 വന്നിട്ടുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാണ് ഡാറ്റാബേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന അതിന്റെ കാര്യങ്ങൾ കോൺസെപ്റ്റ് പറയുന്നതാണ്. യൂണിറ്റ് 14 ഡാറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എസ്ക്യുഎല്ലിന്റെ കോർ വരുന്നതും ഈ ഒരു ഡാറ്റ മൈനിങ് കോൺസെപ്റ്റ് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. യൂണിറ്റ് 15 NoSQL ഡാറ്റാബേസ് ആണ്. വളരെ ഒരുപാട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാറില്ല. ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അത് ലാസ്റ്റത്തേൽ വെച്ചാൽ മതി. ആ ഒരു രീതിയിലായിരിക്കണം ടോപ്പിക്സ് പോകേണ്ടത്. എമർജിംഗ് ഡാറ്റാബേസ് മോഡൽസ്, അതും മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. ഡാറ്റാബേസ് മോഡൽസ് പുതിയതായിട്ട് വരുന്ന ഓരോ മോഡൽസിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ഇതൊരു ഹീപ്പ് മാപ്പ് ആണ്. പ്രീവിയസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മോസ്റ്റ് ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ഹീപ്പ് മാപ്പ് ആണിത്. ആൻഡ് ഓൾസോ റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് ടോപ്പ് 10 നിൽക്കുന്ന ടോപ്പിക്കാണ് ഡാറ്റ വെയർഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആസിഡ് പ്രോപ്പർട്ടീസ് ആൻഡ് ട്രാൻസാക്ഷൻ, SQL query writing, object oriented database, congruency problems and locking, normalization, ER diagram, relational algebra operations, multi-value dependency and 4NF, log based recovery and checkpoints. അപ്പോൾ നോക്കാത്തവര് ആദ്യം തന്നെ ഈ ഒരു ടോപ്പിക്കിലേക്ക് ആദ്യം പോവുക. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നോക്കേണ്ടത്. സോ നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് കിടക്കാം. ഏതൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രം ട്രാൻസാക്ഷൻ ആൻഡ് കോൺഗ്രുവൻസി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് 6 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ബട്ട് ഇതിനകത്തൊരു 4 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ആസിഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രാൻസാക്ഷൻ വിത്ത് എക്സാമ്പിൾ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റിയുടെ ഒക്കെ ഡെഫിനിഷൻ എഴുതാം. ജസ്റ്റ് ഒരു സാമ്പിൾ എക്സാമ്പിൾ കൊടുക്കാം. ഓക്കെ, ബാങ്കിങ് സിസ്റ്റം കൊടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് കോൺഗ്രുവന്റ് ട്രാൻസാക്ഷൻ, ലോസ്റ്റ്, അപ്ഡേറ്റ്, ഡേർട്ടി റീഡ്, അൺറിപ്പീറ്റബിൾ റീഡ് വിത്ത് എക്സാമ്പിൾ. കോൺഗ്രുവൻസി ടെക്നിക്ക് എന്താണെന്നുള്ളത്, കോൺഗ്രുവൻസി ട്രാൻസാക്ഷൻ എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുക. ആ ഒരു കോൺഗ്രുവൻസി പ്രശ്നം വരുന്നത് എന്തിന്റെ റീസൺ ആണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബട്ട് അത് കൊടുക്കുമ്പോൾ അതിനൊരു സാമ്പിൾ എക്സാമ്പിൾ കൊടുക്കണം. ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ T1 T2 ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എവിടെയാണ് ലോസ്റ്റ് അപ്ഡേറ്റ് വരുന്നത്, എവിടെയാണ് ടെമ്പററി റീഡ് വരുന്നത്, എവിടെയാണ് അൺറിപ്പീറ്റബിൾ റീഡ് വരുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്ന എക്സാമ്പിൾ ആയിരിക്കണം. പിന്നെ വരുന്നൊരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ സീരിയലൈസബിൾ സ്കെഡ്യൂൾ വിത്ത് ആൻ എക്സാമ്പിൾ, ഡിറ്റർമൈൻ വെദർ എ ഗിവൺ സ്കെഡ്യൂൾ ഈസ് സീരിയലൈസബിൾ. അപ്പോൾ സീരിയലൈസബിൾ സ്കെഡ്യൂൾ എന്താണെന്നുള്ളത് പറയാം, സീരിയലൈസബിൾ എന്താണെന്നുള്ളത് പറയാം. ആൻഡ് സീരിയലൈസബിളിനകത്ത് നമ്മുടെ ടൈപ്സിലേക്ക് ഗിവൺ സ്കെഡ്യൂൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പം സീരിയൽ സ്കെഡ്യൂളും സീരിയലൈസബിൾ സ്കെഡ്യൂളും ഒക്കെ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ അതിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന ഗിവൺ സ്കെഡ്യൂൾ സീരിയലൈസബിൾ ആണോ എന്നുള്ള ഒരു സ്കെഡ്യൂള് കൊടുക്കുക. അതായത് സൈക്കിൾ ഇല്ലെന്നുണ്ടെങ്കിൽ സീരിയലൈസബിൾ ആണല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു റൂൾസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. എക്സ്പ്ലെയിൻ ലോക്കിംഗ് ആൻഡ് 2-phase ലോക്കിംഗ് പ്രോട്ടോകോൾ വിത്ത് എക്സാമ്പിൾ, ഡസ് 2PL പ്രിവെന്റ് ഡെഡ് ലോക്ക്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ലോക്കിങ്ങിന്റെ ടൈപ്സ്, ലോക്കിംഗ് എന്താണ്, അതുപോലെ 2PL 2-phaseനകത്ത് വരുന്ന ഗ്രോയിങ് ഫേസും സ്ട്രിങ്ങിങ് ഫേസും എന്താണെന്നുള്ളത് പറയുക. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം നമ്മൾ ഡിസ്കസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷനകത്ത് വരുന്ന എക്സാമ്പിൾ എപ്പോഴും ഒരു ബാങ്കിങ് സിസ്റ്റത്തിനെ വെച്ചിട്ടാണ് നമ്മൾ
പഠിക്കുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അതിനോട് കണക്ട് ചെയ്ത് പഠിക്കുക. ഈ ബാങ്കിങ് സിസ്റ്റം എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ വരുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി ഡാറ്റാബേസ് ഇന്റഗ്രിറ്റി, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആൻഡ് നോർമലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് 3 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഗിവൺ എ റിലേഷൻ സ്കീമ വിത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ്, ഫൈൻഡ് ദ കീ ആൻഡ് നോർമലൈസ് ടു 2NF ആൻഡ് 3NF. സോ ആദ്യം തന്നെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നുള്ളത് പറയാം. മെയിൻ ആയിട്ട് ഇതിനകത്ത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ അനാലിസിസ്, അതുപോലെ കീ ഫൈൻഡിങ് വിച്ച് മീൻസ് ദാറ്റ് പ്രൈമറി കീ, ഫോറിൻ കീ, അതൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടാവുക. ആൻഡ് 1NF 2NF 3NF ഒന്ന് നോർമലൈസ് ചെയ്ത് കാണിക്കാം ബൈ യൂസിങ് പ്രൈമറി കീ ഓ ഫോറിൻ കീ വെച്ചിട്ടൊക്കെ നമ്മൾ അതൊന്ന് നോർമലൈസ് ചെയ്ത് കാണിക്കുന്ന രീതി. ഓക്കെ, അപ്പോൾ അതിനകത്ത് പാർഷ്യൽ ഡിപ്പെൻഡൻസിയും ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിയും ഒക്കെ വരുന്നതൊക്കെ എങ്ങനെയാണ്, അതിനകത്ത് വരാതിരിക്കുമ്പോഴാണ് 3NF വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യാം. എക്സ്പ്ലെയിൻ അപ്ഡേറ്റ് അനോമലി, ഇൻസെർഷൻ അനോമലി ആൻഡ് ഡിലീഷൻ അനോമലി വിത്ത് എക്സാമ്പിൾ. സോ നോർമലൈസേഷന്റെ ബേസ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക്കാണ്, ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്താൽ മതി. 1 or 2 റോസിൽ കൂടുതലൊന്നും വരേണ്ട കാര്യമില്ല. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി വിത്ത് എക്സാമ്പിൾ. ഫോറിൻ കീ കോൺസെപ്റ്റ് ആണല്ലേ, സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കൊടുക്കാം. വാട്ട് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. എക്സ്പ്ലെയിൻ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡീകമ്പോസിഷൻ. അപ്പോൾ ഇതിൽ വരുമ്പോൾ എന്തൊക്കെയാ പറയേണ്ടത്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നുള്ളത് പറയാം. ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ഇപ്പം സ്റ്റുഡന്റ് ID, സ്റ്റുഡന്റ് വാല്യൂ, ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വെച്ചിട്ട് ഒരു ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യുക, അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസും അതിനകത്ത് കൊടുക്കാം. DBMS ഇൻട്രൊഡക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു 4 ക്വസ്റ്റ്യൻസിലൊക്കെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്പ്ലെയിൻ ദ 3 ലെവൽസ് ഓഫ് ഡാറ്റാബേസ് ആർക്കിടെക്ചർ, അതാണ് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ DBMS ആർക്കിടെക്ചർ, ഇറ്റ്സ് കമ്പോണൻസ്. അതിനകത്ത് ഡാറ്റാബേസ് മാനേജറും ഫയൽ മാനേജറും DBA, ക്വറി പ്രോസസർ, ഡാറ്റ ഡിക്ഷണറിയുടെ ഒക്കെ റോൾ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. Explain the concept of physical data independence and logical data independence with the help of an example. So different kinds of levels database management system വരുന്നുണ്ട് അല്ലേ. സോ അതിനകത്ത് വരുന്ന ഇൻഡിപെൻഡൻസി ആണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിയും ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസിയും. അപ്പോൾ അതൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ട്രഡീഷണൽ ഫയൽ ബേസ്ഡ് സിസ്റ്റം വിത്ത് ദ ഡാറ്റാബേസ് അപ്രോച്ച്. അപ്പോൾ ഇതൊരു കമ്പാരിസൺ ആണ്. ട്രഡീഷണൽ ഫയൽ ബേസ് സിസ്റ്റവും ഡാറ്റാബേസ് അപ്രോച്ചും തമ്മിലുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. സോ അത് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ പ്രോഗ്രാംസ് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നടക്കുന്നത് എന്നുള്ള രീതിയിൽ റിഡൻഡൻസി എത്രത്തോളം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ഡാറ്റാബേസ് റിക്കവറി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. എക്സ്പ്ലെയിൻ ലോഗ് ബേസ്ഡ് റിക്കവറി ടെക്നിക് വിത്ത് ആൻ എക്സാമ്പിൾ. സോ ലോഗ് ബേസ്ഡ് റിക്കവറി ടെക്നിക് എന്ന് പറയുമ്പോൾ റിക്കവറി ടെക്നിക്സിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കീ ഏരിയ ആണ് ലോഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലോഗിന്റെ ടൈപ്സ് പറയുക, അതുപോലെ തന്നെ ലോഗ് ബേസ്ഡ് റിക്കവറി ടെക്നിക്സ് ഏതൊക്കെയാണ്, അതാണ് ടൈപ്സിൽ വരുന്നത്. ആൻഡ് ചെക്ക് പോയിന്റ്സിന്റെ റോൾ എന്താന്നുള്ളത് മെൻഷൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ബാക്ക്വേർഡ് റിക്കവറി ആൻഡ് ഫോർവേഡ് റിക്കവറി വിത്ത് ഡയഗ്രാം. സോ വളരെ റിക്കവറി മാനേജറിന്റെ യൂസേജ് ആണല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടെണ്ണത്തിന്റെയും യൂസേജ് എന്താണെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെൻഷൻ ചെയ്യാം. Differentiate between data security and data integrity. Explain authorization on data items. Read, insert, update. So security base ചെയ്തിട്ട് വരുന്ന ചോദ്യമാണ്. സോ ഡാറ്റ സെക്യൂരിറ്റി എന്താണെന്നും ഡാറ്റ ഇന്റഗ്രിറ്റി എന്താണെന്നുള്ളത് പറയുക, ആൻഡ് ഓതറൈസേഷൻ എന്താണെന്നുള്ളത് പറയുക. ഈ റീഡ്, ഇൻസേർട്ട്, അപ്ഡേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു ഓതറൈസേഷൻ നടക്കുന്നത് എന്നുള്ളത് ചെറിയൊരു ടേബിൾ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് ഇൻ എ ഡാറ്റാബേസ് സിസ്റ്റം. ഡാറ്റാബേസ് സിസ്റ്റത്തിലെ ഡിഫറെന്റ് ഫെയിലിയേഴ്സ് ഏതൊക്കെയാണ്? ഡിഫറെന്റ് ഫെയിലിയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ട്രാൻസാക്ഷൻ ഫെയിലിയർ വരാം, സിസ്റ്റം ഫെയിലിയർ വരാം, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ വരാം. അങ്ങനെയുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫെയിലിയേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ ഡയറക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.
നെക്സ്റ്റ് വരുന്നത് റിലേഷണൽ ഡാറ്റാബേസ് മോഡൽസിൽ നിന്നാണ്. അതിനകത്ത് വരുന്ന ടോപ്പിക് എക്സ്പ്ലെയിൻ സൂപ്പർ കീ, കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. വളരെ സിമ്പിൾ ആണ് അല്ലെ. അത് 1 സെന്റൻസിൽ എഴുതിയിട്ട് ഒരു എക്സാമ്പിൾ ടേബിൾ വെച്ചിട്ട് ചെയ്യാം, സെറ്റ് ആവുന്നതേ ഉള്ളൂ. എക്സ്പ്ലെയിൻ ദ ബേസിക് റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? സെലക്ഷൻ, പ്രൊജക്ഷൻ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, യൂണിയൻ സെറ്റ്, അതുപോലെ ഡിഫറൻസ്, ജോയിൻ. അപ്പൊ 2 ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പർട്ടിക്കുലർ ആൾജിബ്ര ഓപ്പറേഷൻസ് വർക്ക് ചെയ്യിപ്പിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. അതിന്റെ റോൾ എന്താണ്, അതിന്റെ കോൺസെപ്റ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു 1 to 2 സെന്റൻസിലൊക്കെ എഴുതുക. എക്സ്പ്ലെയിൻ ഡൊമൈൻ, ടപ്പിൾ, കാൻഡിഡേറ്റ് കീ, എൻറ്റിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് ഡൊമൈൻ കൺസ്ട്രെയിൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിലേഷൻസ്. സോ ആദ്യം തന്നെ ഈ ഓരോ ടെർമിനോളജീസും എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഒരു ടേബിൾ വൈസ് റിലേഷൻഷിപ്പ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പൊ കാൻഡിഡേറ്റ് കീ ആണെങ്കിലും എൻറ്റിറ്റി, ഡൊമൈൻ കൺസ്ട്രെയിൻസ് ഒക്കെ ആണെങ്കിലും അതിനകത്ത് വരുന്ന ഓരോ ടേബിളിലെ ഓരോ ആട്രിബ്യൂട്ട്സുകൾ എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് ER മോഡൽ. ER മോഡലിനകത്ത് നിന്ന് മിക്കതും പ്രോഗ്രാം ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ബാങ്ക്, ലൈബ്രറി, ഹോസ്പിറ്റൽ, ബാങ്ക് സ്റ്റോർ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ. അതിനകത്ത് വരുന്ന അപ്പം അത് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ER ഡയഗ്രാം ആണ്. അതിനകത്ത് ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും, അതിനകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതായത് 1 to many, many to many, many to 1 റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ഈ ഓരോത്തിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, അതിനെ റിലേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക. റിലേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പം ലൈബ്രറി ബുക്ക് സ്റ്റോർ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും, ഹോസ്പിറ്റൽ വേണമെങ്കിൽ, ബാങ്കിലാണെങ്കിൽ ബാങ്ക് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ ആയിട്ട് ഇപ്പം അത് റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കാണിക്കുന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് പ്രോഗ്രാം ആയിരിക്കും കൂടുതലും ഉണ്ടായിരിക്കുക കേട്ടോ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ജനറലൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ER ഡയഗ്രാം. അപ്പോൾ ജനറലൈസേഷനും സ്പെഷ്യലൈസേഷനും എന്താണ്? ഒരു ബോട്ടം അപ്പ് ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് അല്ലെ. അപ്പോൾ അത് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ വീക്ക് എൻറ്റിറ്റി ആൻഡ് സ്ട്രോങ് എൻറ്റിറ്റി വിത്ത് എക്സാമ്പിൾ. എൻറ്റിറ്റി റിലേഷൻഷിപ്പിൽ വരുന്ന എക്സാമ്പിൾ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അത് എങ്ങനെയാണ് ഒരു സ്ട്രോങ് ടേബിളിനകത്ത് സ്ട്രോങ് എൻറ്റിറ്റി ആവുന്നതും വീക്ക് എൻറ്റിറ്റി ആവണതും എന്നുള്ള കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വരുന്ന ഫയൽ ഓർഗനൈസേഷൻ ഇൻ ഡാറ്റാബേസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് 2 വരാറുള്ളൂ. എക്സ്പ്ലെയിൻ സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ വിത്ത് ഇറ്റ്സ് അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തതിനു ശേഷമാണ് പിന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടപ്പിളിനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ ദി ഫസ്റ്റ് അല്ലെ. അത് ഇനീഷ്യൽ മെഷീനിൽ ഫയൽ ഓർഗനൈസേഷൻ മെക്കാനിസത്തിനകത്ത് ഇനീഷ്യലി വരുന്ന ഒരു പ്രൊസീജിയറാണ് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ പ്രൈമറി ഇൻഡെക്സ്, സെക്കൻഡറി ഇൻഡെക്സ് ആൻഡ് ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ് വിത്ത് എക്സാമ്പിൾ. ഇൻഡെക്സ് ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹാഷ് ഫയൽ ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ എക്സാമ്പിൾ. ഹാഷ് ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? കീ വാല്യൂ പെയർ അല്ലെ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ h of key mod 10 എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിന്റെ സീക്വൻസ് പോണത് എന്നത് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് പ്രോഗ്രാം ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്തായാലും അത് ചോദിക്കും. സോ SQL ക്വറീസ് ഇവിടെ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്റ്റുഡന്റ്, പ്രോഗ്രാം, അതുപോലെ ഹോസ്പിറ്റൽ, ഡോക്ടർ, കസ്റ്റമർ, അക്കൗണ്ട്, മെമ്പർ, ബുക്ക്, ഇവർ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആകുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട് ഒരു SQL ക്വറി പ്രിപ്പയർ ചെയ്യാം. എക്സ്പ്ലെയിൻ DDL കമാൻഡ്സ്, ക്രിയേറ്റ് ടേബിൾ, ഓൾട്ടർ, ഡ്രോപ്പ് വിത്ത്. അപ്പം 1 or 2 സെന്റൻസിൽ അതിന്റെ റോൾ എഴുതുക. അതിനുശേഷം ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക. എക്സ്പ്ലെയിൻ DML കമാൻഡ്സ്, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്, സെലക്ട് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡാറ്റ വെയർ ഹൗസിംഗ് ആൻഡ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഡാറ്റ വെയർ ഹൗസിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്, എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോമർ, ലോഡ്, ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ട് വരുന്ന കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് മൾട്ടി ഡയമെൻഷണൽ ഡാറ്റ മോഡൽ, സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡാറ്റ മൈനിങ്. സോ ക്ലാസിഫിക്കേഷൻ എന്താണ്, ക്ലസ്റ്ററിംഗ് എന്താണ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ്,
അത് ഏത് ലേണിംഗ് ഏത് ഗ്രൂപ്പിലേക്കാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ആൻഡ് വാട്ട് ഈസ് ഡാറ്റ മൈനിങ്, ഹൗ ഈസ് ഇറ്റ് ഡിഫർ ഫ്രം ഡാറ്റ വെയർ ഹൗസിംഗ് ആൻഡ് നോളജ് ഡിസ്കവറി. സോ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മാറുന്നത്. കുറച്ചുകൂടെ എക്സ്ട്രാക്ഷൻ കയറി വരുന്നതാണ് ഡാറ്റ വെയർ ഹൗസിനേലും എക്സ്ട്രാക്ഷൻ കയറി വരുന്നതാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക് എമേർജിംഗ് ഡാറ്റാബേസ് മോഡൽസ് ആണ്. അതിൽ നിന്ന് ചോദിക്കാറുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്, എക്സ്പ്ലെയിൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസസ്, ഡാറ്റ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റെപ്ലിക്കേഷൻ. വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ മൾട്ടിമീഡിയ ഡാറ്റാബേസസ് ആൻഡ് ചലഞ്ചസ് ഇൻ ഡിസൈനിങ് ദം. സോ അതൊക്കെ ഷോർട്ട് നോട്ട്സിലോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഒരു ട്വിറ്ററിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ജിയോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റംസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡാറ്റാബേസ്. സോ GIS എന്താണെന്നുള്ളത് നോക്കാം, ഡാറ്റാബേസിൽ അതിന്റെ റോൾ എന്താണെന്നുള്ളത് നോക്കുക, അതിന്റെ പർപ്പസ് എന്താണെന്ന് നോക്കുക, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് നോക്കുക. ആൻഡ് കമ്മിങ് ടു ദ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്. സോ നിലവിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു മോക്ക് പേപ്പർ ആണ്, ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആൻസേഴ്സ് ഇറ്റ് ഷുഡ് ബി ഇൻസൈഡ് ദി ലേൺവൈസിലായിരിക്കും ഉണ്ടായിരിക്കും. ഹൈ പ്രൊബബിലിറ്റി പേപ്പർ ആണ് സെറ്റ് A എന്ന് പറയുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് എല്ലാത്തിലും ഓരോ ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൊറി എഴുതുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് ടാബുലാർ ഫോമിൽ എഴുതാം, പിന്നെ കൊറി നിങ്ങൾക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആൻഡ് ER ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൺവേർട്ട് ER ഡയഗ്രാം ടു റിലേഷൻസ് വിത്ത് ഓൾ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് എഴുതാം. 12 മാർക്സിന്റെ വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ജസ്റ്റ് കൺക്ലൂഷൻ, ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും, ആൻഡ് ഡിപ്പാർട്ട്മെന്റിലും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള SQL ക്വറീസ് എഴുതുക. സെലക്ട് യൂസ് ചെയ്തിട്ടാവാം, അപ്ഡേറ്റ് യൂസ് ചെയ്തിട്ടാവാം, അതുപോലെ ഇൻസെർട്ട് യൂസ് ചെയ്തിട്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വന്നേക്കുന്നതാണ് എക്സ്പ്ലെയിൻ ദ ആസിഡ് പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രാൻസാക്ഷൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഓഫ് ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ. സോ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ട് ആസിഡ് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാം. Explain the following: star schema versus snowflake schema, classification in data mining. ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഡാറ്റ മൈനിങ്ങിനകത്ത് വരുന്ന സ്കീമാസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈ പ്രൊബബിലിറ്റി പേപ്പറിനകത്ത് സെറ്റ് Aയിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് ലെവൽ ഓഫ് 3 ലെവൽ ആർക്കിടെക്ചർ ആണ്. അതിനകത്ത് വരുന്ന ഫിസിക്കൽ, ലോജിക്കൽ ലെവല്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ ലെവല്, അതൊക്കെ വെച്ചിട്ട് അതുപോലെ ഡാറ്റ ഇൻഡിപെൻഡൻസിനെ പറ്റി പറയാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഫങ്ഷണൽ ഡിപെൻഡൻസി വിത്ത് ആൻ എക്സാമ്പിൾ. ഫങ്ഷണൽ ഡിപെൻഡൻസി എന്താണെന്ന് പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ആൻഡ് അതിനകത്ത് വരുന്ന പ്രോപ്പർട്ടീസും മെൻഷൻ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈമറി ഇൻഡെക്സ്, ക്ലസ്റ്ററിംഗ് ഇൻഡെക്സ്, സെക്കൻഡറി ഇൻഡെക്സ് എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അതും ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് തന്നിരിക്കുന്ന റിലേഷൻസിനകത്ത് ഫങ്ഷണൽ ഡിപെൻഡൻസീസ് തന്നിട്ടുണ്ടാവും. അതായത് പ്രൈമറി കീ, ഫോറിൻ കീ, കാൻഡിഡേറ്റ് കീ ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് സെറ്റപ്പ്, കുറച്ച് റിലേഷൻസ് തന്നിട്ടുണ്ടാവും. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, 2NF 3NFലേക്ക് നോർമലൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോർമലൈസേഷൻ എന്താണ്, ആ ഒരു 2NF കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, 3NF കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പിക്ക് ദ പെർട്ടിക്കുലർ എക്സാമ്പിൾ ആൻഡ് എക്സിക്യൂട്ട് ദാറ്റ് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ഈസ് മൾട്ടി വാല്യൂ ഡിപെൻഡൻസീസ്. എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ ഹൗ ഈസ് ഇറ്റ് യൂസസ് ടു ഡികമ്പോസ് എ റിലേഷൻ ടു 4NF. സോ മൾട്ടി വാല്യൂ ഡിപെൻഡൻസീസ് എന്താണ്, 4NFിലെ മൾട്ടി വാല്യൂ ഡിപെൻഡൻസീസ് വരുന്നതല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഡികമ്പോസ് ചെയ്യുന്നത്, എന്തുപയോഗിച്ചാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് കോൺക്രുവന്റ് ട്രാൻസാക്ഷൻ, ലോസ്, അപ്ഡേറ്റ്, read and unrepeatable read with example. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. Explain the two-phase locking protocol. How does 2PL ensure serializability? Does 2PL prevent deadlocks? ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. ഷ്രിങ്കിങ് ഫേസും ഗ്രോയിങ് ഫേസും വെച്ചിട്ട് ഡെഡ്ലോക്സിന്റെ മെസ്സേജ് ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. Then write short notes on any 4 of the following: long-based recovery, checkpoints, and object relational database system, NoSQL database, query processing systems, sequential file organizations. Individual ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.
5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്, 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ഒരു രീതിയിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദി ഡാറ്റാബേസ് മാനേജർ ഇൻ ദ ഫിസിക്കൽ DBMS ആർക്കിടെക്ചർ. വളരെ കുറച്ച് എഴുതാവുന്നതേ ഉള്ളൂ, 5 മാർക്സിന് എഴുതാനുള്ള കണ്ടന്റ് അവൈലബിൾ ആണ്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിലേഷൻസ്: ഡൊമൈൻ, ടപ്പിൾ, കാറ്റഗറി, എൻറ്റിറ്റി, ഇന്റഗ്രിറ്റി, കൺസ്ട്രെയിൻ, ഡൊമൈൻ, കൺസ്ട്രെയിൻ. സോ ഈ ഒരു ടോപ്പിക് എഴുതുമ്പോൾ ഓരോ ടെർമിനോളജീസും എന്താണ്, അത് എങ്ങനെയാണ്, അതായത് അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ടാവണം. ഡൊമൈൻ ഏതാണ്, ടുപ്പിൾ ഏതാണ്, കാൻഡിഡേറ്റ് കീ ഏതാണ്, എൻറ്റിറ്റി കൺസ്ട്രെയിൻസിന്റെ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലേബിൾ ചെയ്യുക. നെക്സ്റ്റ് ഒരു പ്രോഗ്രാമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷനകത്ത് ഓൾറെഡി നമുക്ക് ആട്രിബ്യൂട്ട്സ് തന്നിട്ടുണ്ട്, അതുപോലെ എൻറോൾമെന്റിന്റെ ഒരു ടോപ്പിക് തന്നിട്ടുണ്ട്. അപ്പോൾ എൻറോൾമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ആണ് ആര്, സ്റ്റുഡന്റ്. ഓക്കെ, ആൻഡ് നമുക്ക് ഗ്രേഡ് ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എൻറോൾമെന്റ് നമ്പർ ഉപയോഗിച്ച് നെയിമും കോഴ്സും എടുക്കാം, കോഡ് യൂസ് ചെയ്ത് കോഡ് നെയിം എടുക്കാം, എൻറോൾമെന്റ് നമ്പർ യൂസ് ചെയ്ത് കോഴ്സ് കോഡും യൂസ് ചെയ്തുകൊണ്ട് ഗ്രേഡ് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും എങ്ങനെയാണ് ഒരു പ്രൈമറി കീയും അതുപോലെ ഒരു 2NFനെയും നോർമലൈസ് ചെയ്യണത് എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ക്രിയേറ്റ് ടേബിൾ കമാൻഡ് ഓഫ് SQL വിത്ത് ആൻ എക്സാമ്പിൾ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് DDL? സോ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്താണെന്ന് പറയാം, അതിന്റെ അണ്ടറിൽ വരുന്ന ഓരോ ക്വറീസ് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ആൻഡ് ക്രിയേറ്റ്, ഇപ്പോൾ ഇവിടെ ഒരു ഇവിടെ എനിക്ക് ക്രിയേറ്റ് എന്ന് പറയുന്ന ടേബിൾ കമാൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ ട്രാൻസാക്ഷൻ? ഡിഫൈൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസാക്ഷൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ലോഗ് ഫയൽ ഇൻ ഡാറ്റാബേസ് റിക്കവറി? ലോഗ് ബേസ് എന്ന് പറയുമ്പോൾ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിലവിൽ നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നതിന് പിന്നീട് അത് റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ലോഗ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ അതിന്റെ ബേസിലുള്ള എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ സ്റ്റാർ സ്കീമ ഓഫ് എ ഡാറ്റ വെയർ ഹൗസ് വിത്ത് ആൻ എക്സാമ്പിൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർ സ്കീമ എന്താണ്, എങ്ങനെയാണ് ഡാറ്റാബേസിലെ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതിനകത്ത് പറയേണ്ടതുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഡോക്യുമെന്റ് ബേസ്ഡ് NoSQL ഡാറ്റാബേസ് എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. സോ NoSQL ഡാറ്റാബേസിൽ ആ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. സോ ആ ഒരു ഡോക്യുമെന്റ് ബേസ്ഡ് ആയിട്ട് വരുന്നതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ബട്ട് ലോ ഈൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ്, മേ ബി ചോദിച്ചേക്കാം, അത്രേ വരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ടേബിൾ വരുന്നുണ്ട്, അതിനകത്ത് സെറ്റ് ഓഫ് ക്വറീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വറി മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, സോ അത് വെച്ചിട്ട് നമ്മൾ ക്വറി മാത്രം എഴുതുക. ഓക്കെ, എക്സ്പ്ലെയിൻ 3NF വിത്ത് ആൻ എക്സാമ്പിൾ. 3NF എഴുതുക ആൻഡ് ഓൾസോ ഹാവിംഗ് ദ എക്സാമ്പിൾ. ഓക്കെ, എക്സ്പ്ലെയിൻ മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസീസ് വിത്ത് ആൻ എക്സാമ്പിൾ. മൾട്ടി വാല്യൂ ഡിപ്പെൻഡൻസി എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്നുള്ളത് ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യമാണ്, അതും എഴുതാം. എക്സ്പ്ലെയിൻ B-tree and hash index, how do they enhance data access efficiently? So hash index എന്ന് പറയുമ്പോൾ ഹാഷ് കീ മോഡ് 10 എന്നുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് ആയിരിക്കും ഹാഷ് ഇൻഡെക്സിൽ വരുന്നത്. സോ 1 2 3 4 5 എന്ന് പറയുമ്പോൾ അതേ ഓർഡർ വൈസിൽ അതേ കീ വെച്ച് എന്ത് ചെയ്യുക, മോഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, നമുക്ക് ക്രിസ്പ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത് ഓർഡർ ആയിട്ട്. അപ്പോൾ ആ ആക്സസ് ചെയ്തത്, ആ എഫിഷ്യന്റ് ആയത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഡിസ്കസ് ദ ER മോഡൽ ഫോക്കസിംഗ് ഓൺ എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്പ്, ഹൗ ഇറ്റ് എയ്ഡ് ഡാറ്റാബേസ് ഡിസൈൻ. അപ്പോൾ ER മോഡൽ എന്ന് പറയുന്നതിൽ എൻറ്റിറ്റീസും ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്പും ആണ് മെയിൻ ആയിട്ട് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു എൻറ്റിറ്റീസ് വരയ്ക്കുക, ER മോഡൽ വരയ്ക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും കാണിച്ചു കൊടുക്കുക. വാട്ട് ഈസ് എ ട്രാൻസാക്ഷൻ സ്കെഡ്യൂൾ? എക്സ്പ്ലെയിൻ ലോസ്, അപ്ഡേറ്റ്, അൺറിപ്പീറ്റബിൾ റീഡ് ആൻഡ് ഡേർട്ടി റീഡ് അനോമലീസ്. സോ ട്രാൻസാക്ഷൻ സ്കെഡ്യൂള് ഇപ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അത് എന്തായാലും ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കേണ്ടതുണ്ട്.
എക്സ്പ്ലെയിൻ, റീഡ്, ഇൻസേർട്ട് ആൻഡ് അപ്ഡേറ്റ് ഓതറൈസേഷൻ ഓൺ ഡാറ്റ ഐറ്റംസ്. സോ ഓതറൈസേഷന്റെ ടോപ്പിക്കിനകത്ത് വരുന്ന 3 ക്വറീസ് ആണ്. ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വേണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് ലിസ്റ്റ് ദ സ്റ്റെപ്സ് ഓഫ് ക്വറി പ്രോസസ്സിംഗ്. ക്വറി പ്രോസസ്സിംഗിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 4th ക്വസ്റ്റ്യനിൽ യൂണിറ്റ് 16 വരുന്ന ക്വസ്റ്റ്യൻസ് 16 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് കോംപ്ലക്സ് ഡാറ്റ ഐറ്റംസ് ഇൻ ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ്, ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് ഡാറ്റ മെയിൻ, ഗ്രാഫ് ബേസ്ഡ് NoSQL ഡാറ്റാബേസ്, ഡാറ്റ ഫ്രാഗ്മെന്റേഷൻ ആൻഡ് റിപ്ലിക്കേഷൻ ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡാറ്റാബേസ്. സോ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ അതൊരു ഷോർട്ട് നോട്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ആൻഡ് ഒരു ആൻസർ റൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? യു ഹാവ് ടു ആഡ് ദ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഡ് പാർട്ട്. ഇൻട്രൊഡക്ഷൻ ഇറ്റ് മേ 2 to 3 സെന്റൻസ് ഓഫ് 5 സെന്റൻസസ്, ബോഡി 4 to 6 ഡിസ്റ്റിങ്ക്ട് പോയിന്റ്സ്. ഒരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ ബോഡി വളരെയധികം കൺവീനിയന്റ് ആയിരിക്കും, ജസ്റ്റ് ഇംപ്രസീവ് ആയിരിക്കും. ആൻഡ് കൺക്ലൂഡിനകത്ത് വരുന്നത് മോഡേൺ റിലവൻസും അതുപോലെ സ്റ്റാർട്ടിങ് കുറെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതുണ്ട്. സോ അതുപോലെ നമ്മുടെ എക്സാമിന് എഴുതുമ്പോൾ ആ ടോപ്പിക്കിൽ എന്താണ് ആ ടോപ്പിക്ക് കൊണ്ട് യൂസേജ് എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തിയറി ബേസ് ചെയ്തിട്ടും അതുപോലെ ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ബേസ് ചെയ്തിട്ടുമാണ്. തിയറി ബേസ് ചെയ്തിട്ട് വരുമ്പോൾ ഹൂ ആൻഡ് വാട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കുക, കോർ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക, സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ആൻഡ് ഒരു മോഡേൺ പ്രാക്ടീസ് സെഷനും അതിനകത്ത് വേണ്ടി അറേഞ്ച് ചെയ്യുക. ഡിസ്കസ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് അനാലിസിസ് ആണ്. ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഉണ്ടാവുക, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അതൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഡീപ്പ് ക്ലാരിറ്റി ആയിട്ട് വരുന്നത് ഒരൊറ്റ ടോപ്പിക്കേ ഉണ്ടായിരിക്കുള്ളൂ, അതിനെ കമ്പോണന്റ് ആയിട്ട് തിരിച്ചിട്ട് അത് തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് എക്സ്പ്ലെയിനിൽ വരുന്നത്. ഓക്കെ. ആൻഡ് ഹൗ ടു ടൈം മാനേജ് ദിസ് ഡ്യൂറിങ് ദി എക്സാം. 5 minutes കൂൾ ഓഫ് ടൈം ആണ്. അത് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് നോക്കുക, എഴുതുക, ക്വസ്റ്റ്യൻസ് നോക്കുക. ആഫ്റ്റർ വെൻ 30 minutesലേക്ക് പോകും തോറും അത് 4 to 6 points ബോഡി നമുക്ക് എഴുതാം. അതിനുശേഷം കൺക്ലൂഷൻ എഴുതാം. ദെൻ പിന്നീട് ക്ലാരിറ്റി, മിസ്സിംഗ് വേർഡ്സ്, കറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യുക. ആൻഡ് അവസാനം എല്ലാ ആൻസേഴ്സും ഒന്ന് റിവ്യൂ ചെയ്യുക. ആ രീതിയിൽ ടൈം മാനേജ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കേണ്ടത്. ഓക്കെ. ആൻഡ് നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കി, അതുപോലെ പ്രാക്ടീസ് സെറ്റും നോക്കി. സോ ഇതിന്റെ ഒക്കെ നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിന്റെ ആൻസർ ഒക്കെ കറക്റ്റ് ആണ് എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണം എന്നുണ്ട് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലേൺവൈസ് എൻറോൾ ചെയ്യുക. എൻറോൾ ചെയ്യുമ്പോൾ അതിനകത്ത് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ വെച്ചിട്ട് വിളിക്കൂ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ ലേൺവൈസിൽ നിന്നും പ്രീവൈസ് ക്യൂ അനാലിസിസ് ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ്. അതിൽ നിന്നും ആൻസർ കീസ് അതിനകത്ത് നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു ലേൺവൈസ് അൺലോക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 പ്രാക്ടീസ് സെറ്റിന്റെ മോക്ക് ടെസ്റ്റിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത്, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസറും അതിനകത്ത് ഉണ്ടായിരിക്കും. മെന്റേഴ്സിന്റെ സപ്പോർട്ട് അതിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റം ആണ് അതിനകത്ത് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ. സോ യു ഹാവ് ടു ജോയിൻ ബൈ യൂസിങ് ദിസ് നമ്പർ. So wish you all the very best for the term and examination of database management system. Application level ആയിട്ടാണ് പഠിക്കേണ്ടത്, ലാബ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. And you can write your top concept of theory. It's your own point. Okay, don't worry about the grammar or anything. You just label introduction, body part and conclusion just for that. Okay, anyway, once again wish you all the best. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.